യാത്ര ടുഡേ എന്ന ചാനലിന്റെ ഭാഗമായ ഒരു യാത്രയിലാണ് എന്നുള്ളതാണ് ബന്ധുക്കളോട് പറഞ്ഞിട്ടുള്ള കാര്യം. കഴിഞ്ഞ 6-നാണ്, അതായത് ഈ മാസം 6-നാണ് വീട്ടിൽ നിന്ന് ഇയാൾ പോയിട്ടുള്ളത്. അതിനുശേഷം യാതൊരു തരത്തിലുള്ള വിവരവും ഈ യുവാവിനെ സംബന്ധിച്ച് ലഭിച്ചിട്ടില്ല. അസമിൽ നിന്നാണ് അവസാനം. സുഹൃത്തുക്കളെ, ദിൽഷാദ് യാത്ര ടുഡേ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് നിങ്ങൾ കാണാതിരിക്കില്ല. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ നിങ്ങളെ മനസ്സിലേക്ക് ആലോചിച്ച് നോക്കൂ. ഞാൻ പറയുന്ന കാര്യം, ഒരു ആഫ്രിക്കയിൽ കിണർ കുത്തിയിട്ട്, ഒരു സ്കൂള് കിണർ കുത്തിയിട്ട് ആ കിണറ്റിലത്തെ വെള്ളം ആ കുട്ടികളൊക്കെ കുടിക്കുന്ന ഒരു ദൃശ്യം അല്ലേ? ഭയങ്കര സന്തോഷത്തോട് കുട്ടികളെല്ലാം ഓടി വന്നിട്ട് ഒരു മലപ്പുറത്തെ ഒരു ചെറുപ്പക്കാരൻ ഒരു മലയാളിയെ കെട്ടിപ്പിടിക്കുന്ന ദൃശ്യം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. ആ ഒരു ചെറുപ്പക്കാരനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഇന്ന് ചെയ്യുന്നത്. ഇന്ന് അദ്ദേഹത്തെ കാണാനില്ല. ഞാൻ ഏറ്റവും കൂടുതൽ കാണുകയും അത്ഭുതപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ ദിൽഷാദ് എന്ന് പറയുന്ന മനുഷ്യൻ. എങ്ങനെയാണ് അതൊക്കെ സംഭവിക്കുന്നത്, ഇയാൾക്കിത് എങ്ങനെ അത് പറ്റണേ എന്നല്ലായിരുന്നു. കാരണം നമ്മളൊക്കെ ജീവിക്കാൻ പെടാപാട് വിടുന്ന സമയത്ത് ഈ മനുഷ്യൻ ആഫ്രിക്കയിലെത്തുന്നു. അവിടെ ഒരു ദിവസം സഞ്ചരിക്കുമ്പോൾ അയാൾക്ക് തന്നെ ഒരു ദിവസം കുടിവെള്ളം കിട്ടുന്നില്ല. അപ്പോഴാണ് ഇയാൾ അവിടുത്തെ കുടിവെള്ളത്തിന്റെ ക്ഷാമത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടാണ് അവിടുത്തെ സ്കൂൾ കുട്ടികളൊക്കെ വെള്ളം കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ സിലബസ് എന്നൊക്കെ പറയുന്നത് ഈ വെള്ളത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അവരൊക്കെ നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ തിരിച്ചറിഞ്ഞ ദിൽഷാദ് അവിടെ പിന്നീട് ആഫ്രിക്കയിലെ പലയിടങ്ങളിൽ, പല സ്കൂളുകളിൽ, പല സർക്കാർ സ്കൂളുകളിലും ഇദ്ദേഹവും കൂട്ടുകാരും സ്വന്തമായിട്ട് അവിടെ കിണർ നിർമ്മിക്കുകയായിരുന്നു. കിണർ എന്ന് പറയുന്ന ഒരു അത്ഭുത സംഗതി ആ നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു ദിൽഷാദൊക്കെ ചെയ്തത്. ആ ദിൽഷാദിനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാണാനില്ല. അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം ഇതിലേക്ക് നോക്കുന്ന സമയത്ത് ക്വിറ്റ്, ഐ ആം ക്വിറ്റ് എന്നുള്ളൊരു സംഗതി മാത്രം കാണാം. ഞാൻ വിട വാങ്ങുന്നു, ഞാൻ പോകുന്നു എന്ന് പറയുന്ന സംഗതി മാത്രമാണ്. ഇതിന് താഴത്ത് ആളുകളൊക്കെ നീ വേണ്ടാത്ത വർത്തമാനം പറയല്ല ബ്രോ യു ഷുഡ് കം ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ഇതിന് താഴത്ത് കമൻ്റ് അടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. യാതൊരു ആപത്തും കൂടാതെ പെട്ടെന്ന് തിരിച്ചു വരാൻ എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര ആളുകളാണെന്നറിയാവോ ഈ ദിൽഷാദിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കാം ഇത്രയ്ക്കധികം സ്നേഹം ആ മനുഷ്യനോടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, നോക്കി, ആഫ്രിക്കയുടെ ദാഹം അകറ്റുന്ന മലയാളി എന്ന് പറഞ്ഞിട്ട് കുറച്ചു മുമ്പ് ഒരു വീഡിയോ ഉണ്ട് രജിസ്ട്രേഷൻ ധാറിൽ ആഫ്രിക്ക കറങ്ങി. വെള്ളം കിട്ടാത്തവർക്കായി കിണറുകൾ സ്ഥാപിച്ചു. സർക്കാർ സ്കൂളിൽ വരെ കിണർ കുഴിച്ചു. അവിടുത്തുകാർക്ക് ദൈവതുല്യനായി. 11 മാസം മുൻപ് മലപ്പുറത്തു നിന്ന് യാത്ര തുടങ്ങിയ, പേരിനൊപ്പം യാത്രയെ ചേർത്ത ദിൽഷാദ് യാത്ര ടുഡേ. ഈ കഴുതപ്പുറത്തൊക്കെ വെള്ളം ശേഖരിക്കാൻ വേണ്ടി ചെറിയ കുട്ടികളൊക്കെ ഡ്രം എടുത്തിട്ട് മഞ്ഞ കന്നാസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോകുന്ന കുറേ കാഴ്ചകൾ കാണാൻ പറ്റും. ഇതിന്റെ പ്രയാസം അനുഭവിക്കുന്നത് വെച്ചാൽ കുടിക്കാൻ എനിക്ക് വെള്ളം കിട്ടാത്ത സമയത്താണ് ഞാൻ ഇതിന്റെ ഒരു പ്രയാസം നേരിട്ട് മനസ്സിലാക്കുന്നത്. ഇനി ഒരു കണ്ടില്ലേ അദ്ദേഹം എന്തൊരു രസകരമായിട്ടാ ചെയ്തെന്ന് ആലോചിച്ച് നോക്കി. ഇയാൾക്ക് വെള്ളം കിട്ടാതായപ്പോഴാണ് ഇയാൾ ഈ വെള്ളത്തിനെ കുറിച്ച് ആലോചിക്കുന്നത്. പിന്നെ അങ്ങോട്ടുള്ള യാത്ര, ആ നാട്ടിൽ എങ്ങനെയാണ് കിണർ കുഴിക്കാമെന്നുള്ള ആലോചനയായിരുന്നു അല്ലേ? പോകുന്നുണ്ടെങ്കിൽ ആഫ്രിക്കയിൽ തന്നെ പോയി ഒരു 10 കിണർ ചെയ്തു കൊടുക്കണം. അപ്പോഴേക്കൊക്കെ യൂട്യൂബൊക്കെ സെറ്റായി അതിൽ നിന്ന് വരുന്ന ഇൻകം കൊണ്ട് കിണർ ചെയ്തു കൊടുക്കാനുള്ള ധാരണയിലാണ് 2023 ഞാനൊരു മഹീന്ദ്ര താർ എടുത്തിട്ട് ആഫ്രിക്കയിലേക്ക് വീണ്ടും യാത്ര പോകുന്നത്. ഞാൻ മുമ്പ് അതിന് മുന്നത്തെ പ്രാവശ്യം വന്നപ്പോൾ കണ്ട അതേ സാഹചര്യം, വെള്ളമില്ലാത്ത ആളുകൾ ഈ ചെറിയ കുഴികളൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ഇങ്ങനെ വരി നിൽക്കും. അങ്ങനെ അവിടെ ഒരു കിണർ ചെയ്ത് കൊടുത്താലോ എന്നുള്ളൊരു കൺസെപ്റ്റിൽ, അതിന്റെ കൂടെ ഒരു സുഹൃത്ത് അവിടെ തന്നെ ജോലി ചെയ്യുന്ന ഒരു ഫസൽ എന്ന ഒരാളുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു കൺസെപ്റ്റിൽ നമ്മൾ തന്നെ കാട്ടിൽ പോയി മരം വെട്ടിക്കൊണ്ടുവന്ന് ആളുകളെ വിളിച്ചു, പണിക്കാരെ വിളിച്ചു, നമ്മളൊരു കിണർ നേരിട്ട് ഇറങ്ങിയിട്ട് അന്ന് ചെയ്യാണ്. ഇന്ത്യയിൽ മൊംബാസയിലാണ് ആദ്യത്തെ കിണർ ചെയ്യുന്നത്. ആ കിണറോട് കൂടിയിട്ട് നമ്മുടെ സ്വപ്നം, അതായത് ആഫ്രിക്കയിൽ ഒരു കിണർ ചെയ്തു കൊടുക്കണം എന്നുള്ള സ്വപ്നം അവിടെ തുടങ്ങാണ്. അതിനുശേഷം താൻസാനിയയിൽ വന്നു, അവിടെ 3 കിണർ. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളെ നാട്ടിലത്തെ ഒരു യൂട്യൂബേഴ്സിന് പോലും തോന്നാത്തൊരു തോന്നലാണ് ഈ ഒരു ചെറുപ്പക്കാരൻ ചെയ്തത്. ഏറ്റവും മോശമായിട്ടുള്ള സംഭവം, ഈ മനുഷ്യനെ കഴിഞ്ഞ 6-ാം തീയതി മുതൽ കാണാനില്ല. 5-ാം തീയതി എങ്ങനെയാണ് ഐ എം ക്വിറ്റ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്? ജീവിതത്തിൽ നിന്ന് അയാൾ പോയതാണോ, അതോ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പോയതാണോ, ഈ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഇത്തരം യൂട്യൂബ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് പോയതാണോ ഒന്നും അറിയില്ല. സത്യത്തിൽ അയാൾ മിസ്സിംഗ് ആണ്. അയാൾ അതിഭീകരമായിട്ട് മിസ്സിംഗ് ആണ്. എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊന്നും ആർക്കും മനസ്സിലാവുന്നില്ല. പക്ഷേ ആളുകൾ മുഴുവൻ പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, നിങ്ങൾ തിരിച്ചു വരണം എന്നുള്ളതാണ്. ലോകത്തിൻ്റെ എല്ലാ യാത്രയും കാണിച്ചു തന്നൊരു മനുഷ്യനാണ്. ഇന്ന് ആ ദിൽഷാദിനെ കണ്ടെത്താനും വേണ്ടിയിട്ട് ലോകത്തിൻ്റെ സഹായം തേടുകയാണ് മലപ്പുറം ജില്ലയിലെ ചേലമ്പ്രക്കാർ. നമ്മളും
തീർച്ചയായിട്ടും ആ മനുഷ്യനെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഞാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ വീഡിയോസിലൊക്കെ അത്രയ്ക്കും എന്താ പറയുക, മെൽറ്റിംഗ് ആയിരുന്നു. മെൽറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. ഇതാ ഈ ദൃശ്യം കണ്ടു നോക്കൂ. എവിടെ അത്? കുടിക്കാൻ എനിക്ക് വെള്ളം കിട്ടാത്ത സമയത്താണ് ഞാൻ ഇതിന്റെ ഒരു പ്രയാസം നേരിട്ട് കുട്ടികൾ മനസ്സിലാക്കുന്നത്. വന്നിങ്ങനെ നമുക്ക് എവിടെയെങ്കിലും വലിയ ടൗണിൽ പോയി കെനിയ പോർട്ടിൽ ശരിക്കും ഇതിലല്ല, നല്ല രസമുള്ളൊരു ദൃശ്യം ഉണ്ടായിരുന്നു. ചേട്ടാ കാണാല്ലോ കേട്ടോ. കുട്ടികളൊക്കെ വന്നിട്ടേ ഒരു കേരള രജിസ്ട്രേഷൻ ധാറിൽ ആഫ്രിക്ക കറങ്ങി വെള്ളം കിട്ടാത്തവർക്കായി കിണറുകൾ സ്ഥാപിച്ചു. ആ കുട്ടികളൊക്കെ, ആ ഒരു ആഫ്രിക്കക്കാരിലെ കുട്ടികളൊക്കെ വന്നിട്ട് ദിൽഷാദ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. എന്തിനാണ് അല്ലേ? ഇവിടെ കുറെ TG മോഹൻദാസ് എന്നും മറ്റൊക്കെ പറഞ്ഞിട്ട് കുറേ ശവങ്ങളൊക്കെ ഉണ്ട്. അതിനിടയ്ക്ക് ഇത്രയും കുറേ നല്ല മനുഷ്യന്മാർ യൂട്യൂബിലൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ചു വരട്ടെ, തിരിച്ചു വരണം. ബൈ.